നല്ല ടേസ്റ്റി ബനാന പോള എയർ ഫ്രയറിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പ്രിപ്പറേഷൻ ടൈം ഏതാണ്ട് 15 മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. നമുക്കൊരു ഗസ്റ്റ് വരികയാണെങ്കിൽ ഗസ്റ്റിനെ സൽക്കരിക്കാൻ എളുപ്പ വഴി ഇത് തന്നെയല്ലേ. ബനാന പോളയും കായ്പോളയും ഒക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഫുള്ള് കാണണം. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം. എയർ ഫ്രയറിൽ എളുപ്പം ഒരു ബനാന പോളയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ഇതിനായിക്കൊണ്ട് വലിയ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഈ പഴം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെക്കണം. എയർ ഫ്രയറിൻ്റെ ഫ്രൈയിങ് ട്രേയിൽ നമുക്ക് ഇത് കുറച്ച് ഗ്രീസ് ചെയ്യുക നെയ്യ് കൊണ്ട്. അതിലേക്ക് ഇത് നിരത്തി കൊടുക്കുക. അപ്പം ഇത് ഒരു 5 മിനിറ്റ് നമുക്ക് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ആ സമയത്തിനുള്ളിൽ നമുക്ക് വേറെ ജോലിയുണ്ട്. ബനാന പീസുകൾ നമ്മൾ ട്രേയിലേക്ക് ഇവനായിട്ട് നിരത്തി കൊടുക്കുക. ബനാനയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 180 ഡിഗ്രിയിൽ 15 മിനിറ്റ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. 5 മിനിറ്റ്സ് കുക്കായാൽ ഓഫാക്കിയിടണം. ഇനി മിക്സി ജാറെടുത്ത് അതിലോട്ട് 1/4 കപ്പ് ഷുഗറും 2 ഏലക്കായ 5-6 കാഷ്യൂ നട്ട്സും ഇട്ടിട്ട് നന്നായിട്ട് നൈസായി പൊടിച്ചെടുക്കുക. ടേസ്റ്റ് ക്രമീകരിക്കാൻ 2 നുള്ളു ഉപ്പ് കൂടി ചേർക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ പൊടിച്ചെടുത്ത ഷുഗറിലോട്ട് ഒരു 4 കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എഗ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബനാന എത്രത്തോളം ആയെന്ന് നോക്കാം. 5 മിനിറ്റായിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. ബനാനയും റെഡി. ഇനി ഇതിൽ കുറച്ചുകൂടെ നമുക്ക് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിന് മുകളിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എഗ് മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെയും നമ്മൾ എയർ ഫ്രയറിലേക്ക് തന്നെ മാറ്റുക. പിന്നെ ഇനി നമുക്കിതിൽ ചേർക്കാനുള്ള കിസ്മിസും കാഷ്യൂ നട്ട്സും ഫ്രൈ ചെയ്തതാവും നെയ്യിൽ. അത് ഒരു 2-3 മിനിറ്റിന് ശേഷം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എഗ് മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. വീണ്ടും എയർ ഫ്രയറിലേക്ക് തന്നെ മാറ്റുകയാണ്. ഒരു 10 മിനിറ്റ്സ് കൂടി ആവശ്യമുണ്ട്. ഇനി ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് കാഷ്യൂ നട്ട്സും റേസിൻസും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ആദ്യം തന്നെ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇത് അടിയിലോട്ട് താണു പോവും. അപ്പം എല്ലാവിടെയും കിട്ടില്ല. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായിട്ട് ചെയ്യുന്നത്. മൊത്തം 15 മിനിറ്റാണ് വേണ്ടി വന്നിട്ടുള്ളത്. ഞാൻ പുറത്തെടുത്തു. ഇനി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ കായ്പോള എന്നുവെച്ചാൽ ബനാന പോള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഒന്ന് സെർവ് ചെയ്യണേ. അതുപോലെ തന്നെ ഗസ്റ്റിനെ സൽക്കരിക്കാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണിത്. എയർ ഫ്രയർ ബനാന പോള റെഡി ആയിട്ടുണ്ട്. അതായത് കായ്പോള. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.